അലിമുക്ക് അച്ചൻകോവിൽ കാനനപാതയിലൂടെ സുരക്ഷിതമായി ഇനി യാത്ര ചെയ്യാം. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചിറ്റാർ മുതൽ മണ്ണാറപ്പാറ വരെയുള്ള ഭാഗത്തെ പാതയോരത്തെ കാടുകൾ നീക്കം ചെയ്തു തുടങ്ങി. കോന്നി ഡിവിഷൻ ഉൾപ്പെട്ട ചിറ്റാർ, മണ്ണാറപ്പാറ, കൂട്ടുമുക്ക് ഭാഗങ്ങളിൽ വലിയ തോതിലാണ് പാതയുടെ ഇരുവശങ്ങളിലും കാടുപടർപ്പുകൾ നിറഞ്ഞിരുന്നത്. ഇത് കാരണം വന്യമൃഗങ്ങൾ പാതയോരത്തുണ്ടെങ്കിൽ തന്നെ യാത്രക്കാർക്കോ വാഹന ഡ്രൈവർമാർക്കോ കാണുവാനും കഴിഞ്ഞിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വനസംരക്ഷണ സമിതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാടുകൾ നീക്കം ചെയ്യുവാൻ ആരംഭിച്ചത്. കൂട്ടുമുക്ക്, കടമ്പുപാറ വനസംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. കടമ്പുപാറ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. 2001 രൂപം കൊണ്ട് വനസംരക്ഷണ സമിതിയായത്. അപ്പോൾ പല പ്രാവശ്യം ഇതിന്റെ മാറി മാറി പ്രസിഡന്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണ് പ്രസിഡന്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു 4-5 വർഷക്കാലം കൊണ്ട് ഒരു വർഷം 2 പ്രാവശ്യം റോഡ് സൈഡ് ഒരു 9-18 അടിക്കും തെളിച്ചത്. അപ്പോൾ ഈ വണ്ടിക്കാർക്കും ബൈക്കുകാർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ റോഡ് സൈഡ് തെളിഞ്ഞു കിടന്നാലേ ഈ മൃഗങ്ങളെ കാണാനൊക്കെ കഴിയും. അപ്പോൾ മൃഗങ്ങളെ കണ്ട് ഒത്തു മാറി പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അതിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങനെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ 2 പ്രവൃത്തി ചെയ്ത് ഒരു വർഷം ഈ റോഡ് സൈഡ് തെളിക്കുന്ന സാഹചര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. പാതയോരത്തെ കാടുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതോടെ സുരക്ഷിതമായ യാത്രയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും തിരിച്ചറിയാൻ കഴിയും. ശബരിമല തീർത്ഥാടന കാലത്തിന് മുൻപായാണ് സാധാരണയായി പാതയുടെ വശങ്ങൾ ശുചീകരിക്കുന്നത്. എന്നാൽ ഇത്തവണ വൻതോതിൽ കാടുപടർപ്പുകൾ നിറഞ്ഞതോടെ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. നിരവധി തവണ അപകടങ്ങളും വന്യമൃഗങ്ങൾ പാതയ്ക്ക് കുറുകെ പോകുന്നതും പതിവ് സംഭവമായിരുന്നു. ഇതേ തുടർന്നാണ് വാഹനയാത്രികരും നാട്ടുകാരും വനം വകുപ്പിൽ പരാതി നൽകിയത്. റേഞ്ച് ഓഫീസർ മനോജിൻ്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായും കാടുപടർപ്പുകൾ നീക്കം ചെയ്യാനാണ് പദ്ധതി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അച്ചൻകോവിൽ.